ഗൈസ്, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? രാവിലെ തന്നെ 10:08 കഴിഞ്ഞു. അപ്പോൾ നടത്തവും കഴിഞ്ഞു. ഒരു പയം എന്നും തന്നെയാണ്. ഒരു പയം എന്നിട്ട് നേരെ ജിമ്മിൽ പോവാം. ജിമ്മ് കഴിഞ്ഞു. ഇനി പതിവ് പോലെ ഇംഗ്ലീഷിൻ്റെ ഒരു ക്ലാസ് കേൾക്കണം, 2 ക്ലാസ് കേൾക്കണം. യെസ്, പിന്നെ ഒക്കെ പതിവ് പോലെ തന്നെ ഡെയിലി വാട്ടർ കുടിക്കുക. ഒക്കെ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ പോകണം. ഒന്ന് വീഡിയോ എഡിറ്റ് ചെയ്യാണ്ട് പല പരിപാടിയുണ്ട്. ഗൈസ്, ലെറ്റ്സ് ഗോ. ആദ്യം ഇതൊന്ന് ഷേവ് ചെയ്യണം. താടി മീശയും കുറച്ചുള്ളൂ, പക്ഷേ ഇഷ്ടമല്ല. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. ഡസൻറ്റ് ഈറ്റ്, അതൊക്കെ സിമ്പിൾ പ്രസൻറ്റിലെ സെൻറ്റൻസുകളാണ്. കണ്ടിന്യൂസിൽ, പ്രസൻറ്റ് കണ്ടിന്യൂസിൽ ആകെ നോക്കേണ്ടത് ഈസോ, ആമോ, ആറോ അത് വേണം. കൂടാതെ വേർബ്. ഗൈസ്, അങ്ങനെ കുളി കഴിഞ്ഞു. ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാം. ഗൈസ്, ഇന്നത്തെ ഫുഡ് ദോശ ഉണ്ട്, ഉരുളങ്കിഴങ്ങ് കറി, ചെറിയൊരു ആടിൻ്റെ പീസ് ഇന്നലത്തെ, പിന്നെ ഒരു മുട്ടയും. ഇത്രേ ഉള്ളൂ. ഗൈസ്, അങ്ങനെ വീഡിയോ എടുത്ത് കഴിഞ്ഞു. വേറൊരു സംഭവം വെച്ചാൽ ഗൈസ്, ഞാനിത് ചെയ്യാൻ തുടങ്ങിയ മുതൽ ഇവിടെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടുവരാം. ഇതുണ്ടാ, ഇവിടെ ഒരു മുട്ടായി, ഇവിടെ വേറെ കുറച്ച് മുട്ടായി, പിന്നെ ഇതിലാണെങ്കിൽ മറ്റേ ബർഗറിലൊക്കെ വെക്കണ മറ്റേ ഒരു വട്ടത്തിലുള്ള സാധനമല്ലോ, പാറ്റി എന്താണ്, എന്താണ് പറയില്ലേ, ബർഗർ പാറ്റിയാണ്, എന്തല്ലേ, എന്താണ്, ഇങ്ങനത്തെ പല സാധനങ്ങളുണ്ട്. ഞാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു സാധനം ഉണ്ടാവില്ല. ഈ ചലഞ്ചാണ് ഞാൻ തുടങ്ങിയപ്പോൾ എന്തൊക്കെയൊക്കെ സാധനങ്ങൾ. അതാണ് നമ്മളൊരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ അതിന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് പല പല സാധനങ്ങൾ പലയിടത്തുനിന്ന് വരും. നമുക്കറിയില്ല ഇത് എവിടുന്നൊക്കെ വരുന്നതെന്ന് അറിയില്ല. അത് പല കാരണങ്ങളെ കൊണ്ട് ഇങ്ങനെ ആ സാധനം വരും. അതിൽ തോന്നുന്നു എന്തോ പ്രപഞ്ചത്തിൻ്റെ ഓരോ കളികളെ തോന്നുന്നു. അല്ലാതെ ഇതുവരെ ഇല്ല ഇതിങ്ങനെ തിന്നപ്പോൾ. ഇപ്പോൾ അടുത്ത 2 ആൾക്കാർ ഇപ്പോൾ ദുബായിൽ നിന്ന് മുട്ടായി കൊടുന്നു. അങ്ങനെ അപ്പോൾ തുടങ്ങിയ അപ്പം തന്നെ. അപ്പോൾ അങ്ങനെ നമ്മളൊരു കാര്യം എന്താ പറയുക, ഷുഗർ കട്ട് എന്ന് പറഞ്ഞല്ലേ, അപ്പോൾ നോക്കുമ്പോൾ ഫുള്ള് ഷുഗറാണ്. ആ കല്യാണത്തിൽ പോയപ്പോൾ പുഡിങ് അങ്ങനത്തെ പല സാധനങ്ങളുണ്ടായിരുന്നു. 2 ഐറ്റം 3 ഐറ്റം പുഡിങ്ങൊക്കെ എന്തൊക്കെ ഉണ്ടായിരുന്നു. അതായത് മുട്ടായി ഇതാ, അതും ദുബായിൽ നിന്ന് വണ്ടി വിളിച്ചൊക്കെയാണ് മുട്ടായി വരുന്നത്. അപ്പോൾ അത് അറിയേണ്ടത്, നമ്മളൊരു കാര്യം ഇങ്ങനെ ചെയ്യാൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നിങ്ങനെ നിർത്താം എന്ന് വിചാരിച്ചുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ തുടങ്ങാമെന്ന് വിചാരിച്ചുമ്പോൾ അതിങ്ങനെ അതിനിങ്ങനെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണെന്നറിയില്ല. എനിക്കിപ്പോൾ ഞാൻ തോന്നി ഇതിപ്പോൾ എങ്ങനെയാണ് ഇതെല്ലാം മടി ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ ഇത് വരേണ്ടതെന്നേ. ഇതൊക്കെ എന്താ പറയുക, ലോകത്തിൻ്റെ ഒരു ഭൂമിൻ്റെ കുറച്ച് കളികളൊന്നാണ് ഈ മാനിഫെസ്റ്റിംഗ് എന്നൊക്കെ പറയല്ലോ. പ്രപഞ്ചം കൂടെ നിൽക്കുന്നു, അതേപോലെ തന്നെ പ്രപഞ്ചം പിന്തിരിപ്പിക്കണം എന്നൊരു സംഭവമാണ് തോന്നുന്നത് ഇത്. പക്ഷെ നമ്മളിതൊന്നും തളരില്ല. നമ്മൾ നാലാമത്തെ ഇതാണ്. 4 വലിയ കാര്യമില്ല, ഒരു 40 വരെയൊക്കെ കുടിച്ചിക്കാരൊരു സംഭവമാണ് 4 ദിവസം കുടിച്ചൊക്കെ പറ്റും. നമുക്ക് നമ്മളെ ബത്തക്കയും മുട്ടയും ഒക്കെ ധാരാളം. നമുക്കിതൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ചോറ് വയ്ക്കാം. ഇന്ന് ഇവിടെ കുഴിമന്തി ഉണ്ട്, പക്ഷേ നമുക്ക് ചോറാണ് സംഭവം. ചോറ് അത്ര നല്ലതൊന്നല്ല. കാർബോഹൈഡ്രേറ്റ്സ് കുറേയൊന്നും ആവശ്യമില്ല, കുറച്ച് മതി, ആവശ്യത്തിന് മാത്രം മതി. പക്ഷേ കുഴിമന്തിനേക്കാളും ബെറ്റർ ചോറായിരിക്കും. പിന്നെ വലിയ കഷ്ണം മീൻ, പിന്നെ കുഴിമന്തിക്കുള്ള ഇറച്ചി മാത്രം. അത് ആടാണ്, അതുകൊണ്ട് ഒഴിവാക്കണ്ട, പ്രോട്ടീനാണ്. ആടൊക്കെ പറയേണ്ടത് സംഭവമല്ലേ. തിന്നിട്ട് വരാം. ബ്രോ, വാട്സാപ്പ് എന്തൊക്കെയാണ് വിശേഷം? നല്ല വിശേഷം. എന്താണ് പരിപാടി? എന്താ ഒന്നുമില്ല.
ഏ? എന്താ തപ്പണെന്താ? ലുക്കനെ നമ്മൾക്ക് സമയമായി ക്ലിനിക്കിലോട്ട് പോകാൻ. സമയം 4:30 നമുക്ക് 5 മണിയാകുമ്പോഴത്തേനോടെ കയറണം. ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മൾ ക്ലിനിക്കിൽ നിന്ന് വന്നു, ചോറ് കഴിച്ചു, സ്കരിച്ചു. ഇനി ബുക്ക് വായിക്കാനുണ്ട്. ബുക്ക് വായിച്ചിട്ടൊരു പിക്ക് കൊടുത്തിട്ട് നേരെ കിടന്നുറങ്ങാം. ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോസിനായിട്ട് വെയിറ്റ് ചെയ്യാം. നാളെ കാണാം. ബൈ.